പൂട പോയ കോഴിയും കേരള ജനതയും തമ്മിലുള്ള സാമ്യം എന്തെന്നറിയുമോ? ഇതൊരു കഥയല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയനിൽ ശരിക്കും സംഭവിച്ചതെന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന സംഭവവുമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും യാതൊരു ബന്ധവുമില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇനി സംഭവത്തിലേക്ക് കടക്കാം. ക്രൂരനായ ഏകാധിപതി എന്ന് വിശേഷണമുള്ള ജോസഫ് സ്റ്റാലിൻ ഒരിക്കൽ റഷ്യൻ പാർലമെന്റിലേക്ക് ഒരു കോഴിയുമായി വന്നു. സഭാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് അയാൾ ആ കോഴിയുടെ ഓരോ തൂവലായി നിർദ്ദയം പിഴുതെറിയാൻ തുടങ്ങി. മരണവെപ്രാളത്തോടെ ആ കോഴി കൂകിക്കരഞ്ഞു. ഒടുവിൽ തൂവലെല്ലാം പറിച്ചെറിഞ്ഞതിന് ശേഷം അയാൾ കോഴിയെ നടുത്തടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് കുറച്ച് ധാന്യമണികളെടുത്ത് കോഴിക്ക് എറിഞ്ഞു കൊടുത്തു. പ്രാണവേദനയോടെ കോഴി ആ ധാന്യമണികൾ കൊത്തി തിന്നുവാൻ തുടങ്ങി. സ്റ്റാലിൻ ധാന്യമണികൾ കുറേശ്ശെയായി തൻ്റെ കാൽച്ചുവട്ടിൽ വിതറി കൈയും കെട്ടിനിന്നു. തൂവൽ മുഴുവനും നഷ്ടപ്പെട്ട ആ ജീവി മരണവേദനയോടെ അയാളുടെ കാൽച്ചുവട്ടിലെ ധാന്യമണികൾ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരുന്നു. ഇതിനെല്ലാം സാക്ഷിയായിരുന്ന പാർലമെന്റ് അംഗങ്ങൾ സ്തബ്ധരായി സ്റ്റാലിനെ നോക്കി തരിച്ചിരുന്നു. അപ്പോൾ അയാൾ അവരോടായി പറഞ്ഞു, നിങ്ങൾ അറിയുക, രാഷ്ട്രീയവും ഇങ്ങനെ തന്നെയാണ്. ജനങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ദ്രോഹിക്കാം, എന്തും ചെയ്യാം. അതിനൊപ്പം കുറച്ച് ധാന്യമണികൾ ഇട്ടുകൊടുത്താൽ അവ നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ കറങ്ങി നിന്നുകൊള്ളും. ഇത്രയും കേട്ടതോടെ സഭാംഗങ്ങൾ കൈയടിച്ച് സ്റ്റാലിനെ അഭിനന്ദിച്ചു. പിൽക്കാലത്ത് വിഖ്യാതമായ ജനാധിപത്യ ഭരണവ്യവസ്ഥയുള്ള ഇന്ത്യ എന്ന രാജ്യത്തെ കേരളം എന്ന സംസ്ഥാനത്തിൽ ഇത് സാധ്യമാകുമോ എന്നൊന്നും ആരും അന്ന് ചിന്തിച്ചു കാണില്ല. കുറെ വർഷങ്ങളായി ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സ്റ്റാലിൻ എത്ര വലിയ ദീർഘദർശിയായിരുന്നുവെന്ന് തോന്നിപ്പോവുകയാണ്. പൊതുസമൂഹത്തിന്റെ പപ്പും പൂടയും പറിച്ച ശേഷം അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നു. അത് കൊത്തിപ്പെറുക്കിയെടുത്ത് ജനം അത് എറിഞ്ഞു കൊടുത്തവരുടെ കാൽച്ചുവട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇതല്ലേ ഇന്ന് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്? പറയാതെ വയ്യ, റഷ്യയിലെ ജോസഫ് സ്റ്റാലിൻ ശരിക്കും ഒരു ദീർഘദർശി തന്നെയായിരുന്നു.